ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് സഫല ഏകാദശിയുടെ പാരണ, അതായത് ദ്വാദശി ദിവസമാണ്. പാരണയൊക്കെ കഴിഞ്ഞ് കാണുമെന്നറിയാം. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ സഫല ഏകാദശിയിലൂടെ നേടുന്ന ജന്മസാഫല്യങ്ങളും എല്ലാവർക്കും ജീവിതത്തിന് വളരെ അനുഗ്രഹമായി തീരട്ടെ. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജീവിത സൗഭാഗ്യങ്ങൾ കൈവരും. അതല്ലാതെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ ഇഹത്തിലും പരത്തിലും വേറെ ആരാണ് നമ്മെ കൈപിടിച്ചുയർത്തുവാനുള്ളത്? ഭഗവാനല്ലാതെ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത വർഷം മുതലുള്ള, പുതുവർഷം മുതലുള്ള ജീവിതത്തിൻ്റെ ഒരു ചിട്ട അല്ലെങ്കിൽ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ബ്രഹ്മയാമത്തിൻ്റെ പ്രാധാന്യവും അപ്പോൾ നാം ഉണർന്നാലുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഗുണവിശേഷങ്ങളും ഒക്കെ അതിൽ പറഞ്ഞിരുന്നു. എങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, അത് കേട്ട ഒരു കുട്ടി അതിനിടയിൽ എഴുതിയിരുന്നു കമൻ്റായിട്ട്. അപ്പോഴാണ് ഞാൻ അത് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യം പറയാതെ പോയല്ലോ എന്ന് ചിന്തിക്കുന്നത് തന്നെ. ഇങ്ങനെ പല വീഡിയോകൾ പലതും ചെയ്യാനിരിക്കുമ്പോൾ പല തിരക്കുകൾക്കിടയിലായിരിക്കും ഭഗവാന്റെ അടുക്കെ അല്പസമയം ചിലവിടുമ്പോഴായിരിക്കും ഈ വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതിനുള്ള ആശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഭഗവാൻ തരുന്നത്. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ആൾക്കാരാരെങ്കിലും വരുമോ, കുട്ടികൾ വരുമോ, വേറെ എന്തെങ്കിലും ഒക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് അതങ്ങ് നിർത്തി അങ്ങ് പോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം പറയാൻ പറ്റാതെ വരുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അത് തെറ്റായിട്ട് ഒക്കെ ചെയ്യുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്. പക്ഷെ ഞാനത് എന്ത് പറഞ്ഞാലും അതിലെന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതൊരു കമൻ്റായിട്ട് എന്നെ ചൂണ്ടിക്കാണിക്കും എൻ്റെ പ്രിയപ്പെട്ടവർ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ ആ വീഡിയോയിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരുമ്പോൾ ഉണ്ടാകുന്ന ഗുണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരി പറഞ്ഞിരിക്കുന്നു, ബ്രഹ്മയാമം ഉറങ്ങാൻ നല്ലതാണ് ടീച്ചറെ എന്ന്. സത്യമാണ്, ഞാനത് പറയാൻ വിട്ടുപോയ കാര്യമാണ്. നമ്മൾ പല വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ക്ഷീണമോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വീട് മാറി കിടക്കേണ്ടി വരുമ്പോഴോ ഒക്കെ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാകും. അപ്പോഴെല്ലാം നാം ഒന്ന് സ്വസ്ഥമായി ഉറങ്ങുന്നത് എപ്പോഴാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എപ്പോഴായിരിക്കും? വളരെ പ്രഭാതം, അതായത് ബ്രഹ്മയാമത്തിലായിരിക്കും, വെളുപ്പാൻ കാലത്തായിരിക്കും നമ്മളൊന്ന് ഉറങ്ങുന്നത്, ശരിക്കും ഉറങ്ങാൻ തുടങ്ങുന്നത്. അതുവരെയും ഉറങ്ങാത്തവർ പോലും അപ്പോഴും ഉറങ്ങും. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു, ഭഗവാന്റെ ആ ബ്രഹ്മചൈതന്യത്തിൻ്റെ അനന്തമായ ഊർജ്ജവിശേഷമുള്ള സമയമാണ്. അപ്പോൾ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നവർ പൂർണ്ണമായി ഉറങ്ങും. ഏത് കർമ്മവും അപ്പോൾ ചെയ്താൽ അത് തന്നെ നമുക്ക് മനസ്സിലാക്കരുതോ? നമ്മൾ ഉറങ്ങുവാണെങ്കിൽ അതുവരെയും ഉറങ്ങാതിരുന്നവരും ഗാഠമായി ഉറങ്ങും. അപ്പോൾ ഏത് കർമ്മത്തിനും, അതായത് ഏറ്റവും നല്ല കർമ്മങ്ങൾക്ക് എല്ലാറ്റിനും ആ ബ്രഹ്മയാമം അനുയോജ്യമാണ്. ആ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരണ്ടാത്തവരായിട്ട് ഉറങ്ങേണ്ടവരായിട്ടുള്ളവരും ഉണ്ടായിരുന്നു. ഞാനത് വിട്ടുപോയതാണ് പറയാൻ. അതിൽ പ്രധാനപ്പെട്ടത് ഗർഭിണികൾ ആ സമയത്ത് ഉണരേണ്ട കാര്യമില്ല. അവർക്ക് കൂടുതൽ നേരം ശാരീരികമായ റെസ്റ്റ് ആവശ്യമുള്ള സമയമാണ്. അവർ സ്വസ്ഥമായി കിടന്നുറങ്ങണം. അതുപോലെ തന്നെ കുട്ടികൾ, ബ്രഹ്മയാമത്തിൽ ചെറിയ കുട്ടികൾ ഉണരേണ്ട കാര്യമില്ല. പിന്നെയോ മരുന്നൊക്കെ കഴിക്കുന്ന ആരോഗ്യം നന്നായില്ലാതെ നന്നായിട്ട് ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ആ സമയത്ത് ഉറങ്ങുക തന്നെ വേണം. അപ്പോൾ ഉണരേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ചില വിഭാഗങ്ങൾ. അതുപോലെ വാർദ്ധക്യം ബാധിച്ചവർ, വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഉറങ്ങിയതുപോലെ ഉറക്കം ഉണ്ടാവുകയില്ല. എങ്കിലും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക്, ശാരീരിക ക്ലേശങ്ങൾ ഉള്ളവർക്ക് ആ സമയത്ത് ഉണരേണ്ട ആവശ്യമില്ല. അവർ ഉറങ്ങുക തന്നെ വേണം. എന്താണോ നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്നത് അതാണ് അപ്പോൾ ചെയ്യേണ്ടത്. അല്ലാതെ ചെറുപ്പമായി എനർജറ്റിക്കായിട്ടിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ, യുവതികൾ എല്ലാവരും ബ്രഹ്മയാമത്തിൽ അവരുടെ ജീവിതത്തെ ആരംഭിക്കണം. ഒരു ദിവസത്തെ അങ്ങനെ ആരംഭിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനുണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞു. അത് കേൾക്കാത്തവർ കേൾക്കുക.
അങ്ങനെ പുതുവർഷത്തിൽ നമ്മൾ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ പിന്നാലെ പോകാതെ ഇതുപോലെയുള്ള ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്ന, ഉയർത്തുന്ന കാര്യങ്ങളിലൂടെ കടന്നു പോവുക. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞൊരു ദിവസം ചെയ്ത ഒരു വീഡിയോയിൽ ഒരു തെറ്റ് ഞാൻ പറഞ്ഞുപോയി അറിയാതെ. നമ്മുടെ സ്വർഗവാതിൽ ഏകാദശി, അതായത് വൈകുണ്ഠ ഏകാദശി ജാനുവരി 11-നാണ്. ഞാൻ 10-നെന്ന് തെറ്റായി പറഞ്ഞതാണ്. കാരണം എനിക്ക് എൻ്റെ കോളേജ് റീയൂണിയൻ നടക്കുന്നത് 11-ാം തീയതിയാണ്. അപ്പോൾ ആ 11-ാം തീയതി എനിക്കത് കോഴിക്കോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് കായംകുളത്ത് നിന്ന് അത് 10-ാം തീയതി പോയാലേ അവിടെ 11-ന് എത്തുകയുള്ളൂ. അപ്പോൾ ഞാൻ അന്നേ ഇങ്ങനെ മനസ്സിലത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഈ 10-ാം തീയതിയും ഈ ഏകാദശിയും തമ്മിലുള്ള ആ കണക്ഷൻ. അപ്പോൾ അത് കൊണ്ടാണ് അറിയാതെ 10 പറഞ്ഞു പോയത്. യഥാർത്ഥത്തിൽ 11-നാണ്. ഞാൻ ഏകാദശി വ്രതം എടുക്കുകയും സ്വർഗവാതിൽ ഏകാദശിക്ക് ഞാൻ ഭഗവാന്റെ പത്മനാഭസ്വാമിയുടെ ക്ഷേത്ര സന്നിധിയിലാണ് ഞാൻ എത്താറുള്ളത്. ഞാനതുകൊണ്ട് റീയൂണിയനിൽ സംബന്ധിക്കുന്നില്ല ഈ വർഷം എന്ന് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞ്. കാരണം അപ്പോൾ അവർക്ക് സാധാരണ എല്ലാവർക്കും തോന്നും, അതല്ലേ എല്ലാവരും വർഷത്തിലൊരിക്കൽ എല്ലാവരും കൂടി സംഗമിക്കുന്നതല്ലേ, അതല്ലേ പ്രധാനം എന്ന് തോന്നി. എനിക്ക് പക്ഷേ ഏകാദശി ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാൻ തോന്നില്ല. അങ്ങനെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ആ ഏകാദശിയുടെ ആ വ്രതം തെറ്റിച്ച് നടക്കുവാൻ തോന്നില്ല. ഏകാദശി വ്രതം അതും പ്രധാനപ്പെട്ട ഒരു വ്രതമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ഏകാദശി എടുക്കുന്നത് പോലെ അടുത്ത ഏകാദശി എടുക്കും. അതുകൊണ്ട് എനിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് വളരെ സ്നേഹത്തോടു കൂടി തന്നെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എല്ലാവരും ഉള്ളത്. കൂട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും നമ്മെ സ്നേഹിക്കുകയും നമ്മളോട് സന്തോഷവും എല്ലാം കാണിക്കണമെങ്കിൽ നമുക്ക് ഭഗവാൻ കൂടെ ഉണ്ടാവണം. ഭഗവാനെ വിട്ടിട്ടൊരു കളിയും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ എനിക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. സ്വർഗവാതിൽ ഏകാദശി ജാനുവരി 11 തന്നെയാണ്, 10-ാം തീയതി അല്ല. അപ്പോൾ നമുക്ക് ഈ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ, അതായത് നമ്മുടെ നമുക്കായാലും തലമുറകൾക്കായാലും ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ ഇങ്ങനെ വന്നു പോകുമ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യുവാൻ ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏതെല്ലാം കാര്യങ്ങളിലേക്ക് നമ്മൾ വ്യാപരിച്ചാലും, എത്ര തന്നെ സ്വത്തുക്കളും മറ്റുള്ള ആരോഗ്യവും ഒക്കെ സമ്പാദിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതൊക്കെ നിഷ്പ്രഭമാകുന്ന അല്ലെങ്കിൽ അതൊക്കെ നിഷ്ഫലമാകുന്ന ഒരു സമയമുണ്ട്, ഒരു ഘട്ടം. അങ്ങനെ വരുമ്പോൾ നമ്മെ നിയന്ത്രിക്കുന്നത് ഇതുവരെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ശക്തി അല്ലല്ലോ. എന്നെ നിയന്ത്രിക്കുവാൻ മറ്റൊരു ശക്തിയുടെ ഒരു കടന്നുകയറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ മോശം അവസ്ഥ വരുമ്പോൾ മാത്രമല്ല, നല്ല അവസ്ഥ വരുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. വളരെ ഓർക്കാപ്പുറത്ത് പെട്ടെന്ന് നമുക്ക് ജീവിതത്തിൽ ഉയർന്ന പരിവർത്തനങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും, ഞാൻ മനസ്സിലൊന്നും ആഗ്രഹിച്ചതാണ്, പക്ഷേ ഇത് പെട്ടെന്ന് സംഭവിച്ചല്ലോ. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുക പോലും ചെയ്യാതെ തന്നെ ഞാൻ ഇത്രയും ഉയർന്ന നിലയിൽ എത്തിയല്ലോ എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നും. അത് നമ്മൾ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത സുകൃതത്തിൻ്റെ ഫലമാകും നമ്മുടെ ജീവിതത്തിൽ അതാത് ഘട്ടങ്ങളിൽ വരുന്ന നന്മകൾ. അതുപോലെ തന്നെ നാം ചെയ്ത ദുഷ്കൃതങ്ങളുടെ ഫലമാകും ഈശ്വരനെ അറിയാതെ പോയി ജീവിതത്തെ ഇങ്ങനെ വല്ലാത്തൊരു അന്ധകാരത്തിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നത്. ഈശ്വരനെ അറിയുക എന്നുള്ളതാണ് ഏത് ജന്മത്തിലെ ആയാലും സുഹൃതത്തിൻ്റെ അനന്തര ഫലം. ഈ ജന്മം അനുഭവിക്കുന്നത് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക, ഈശ്വര സാക്ഷാത്കാരമാണ് ജീവിത ലക്ഷ്യമെന്ന് കരുതി ജീവിക്കുന്നതാണ് പൂർവ്വജന്മ സുഹൃതം. ആ ഒരു കർമ്മ പദ്ധതിയിലൂടെ മുന്നോട്ട് പോകുന്നവർക്ക് ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. അഥവാ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെയും അതിനെയെല്ലാം ഒരു മന്ദസ്മിതത്തോടുകൂടി നേരിടാനുള്ള കഴിവും അവർക്ക് തന്നെ ഉണ്ടാകും. അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുവാനും നമുക്ക് വരുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസരങ്ങൾ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസുകളെ ഒക്കെ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യുവാനും കഴിയുന്നത് ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഭഗവാനെ വിളിക്കുന്നു, നിരന്തരമായി ഭഗവാനോട് സംവദിക്കുന്നു, എന്നും ഭഗവാനോടൊപ്പം ഇരിക്കുവാൻ കുറേ സമയം നാം കണ്ടെത്തുന്നു.
ഏത് സമയത്തും അഥവാ അതിന് കഴിഞ്ഞില്ലെങ്കിൽ എനിക്കിന്ന് ഭഗവാനോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന പശ്ചാത്താപം മനസ്സിൽ വരുന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഭഗവാൻ നമ്മെ ശ്രദ്ധിക്കാൻ തുടങ്ങും. കാരണം നാം ഭഗവാനെ ശ്രദ്ധിക്കുന്നു. ഇത്രയും നമുക്ക് പല ജോലികളും പല വിഷമങ്ങളും പ്രശ്നങ്ങളും നൂലാമാലകളും ഒക്കെ തന്നിട്ടും എന്നെ ഇവൻ അല്ലെങ്കിൽ ഇവൾ മറക്കുന്നില്ലല്ലോ, എന്നെ ജീവിതത്തിൽ അല്പനേരമെങ്കിലും ഓർക്കുന്നുണ്ടല്ലോ, എനിക്ക് വേണ്ടി അല്പസമയമെങ്കിലും ചിലവഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇത്രയും പരീക്ഷണങ്ങൾ കൊടുത്തിട്ടും ആ പരീക്ഷണങ്ങളിൽ തളരാതെ അതെല്ലാം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയി എല്ലാ കർമ്മ പദ്ധതികളും ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടല്ലോ എന്ന ഭഗവാന്റെ ആ ഒരു സന്തോഷം അത് നമ്മുടെ ജീവിതത്തെ പ്രകാശമാനമാക്കും. അപ്പോൾ എല്ലാവർക്കും ആ ഒരു പ്രകാശം ലഭിക്കുവാൻ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൻ്റെ ആ ഒരു മാറാല നമ്മുടെ മനസ്സിൽ നിന്ന് മാറി വിജ്ഞാനത്തിൻ്റെ പ്രഭ ചൊരിയുവാൻ ഭഗവാന്റെ അറിവ് നമ്മളിലേക്ക് വരണം, ഭഗവാന്റെ അനുഗ്രഹവും നമ്മളിലേക്ക് വരണം. ഇപ്പോൾ കലിയുഗത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള, അതായത് നമ്മെ ബാധിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രതിഭാസമാണ് കലി എന്ന് വെച്ചാൽ നമ്മളിലുള്ള നെഗറ്റീവ് ശക്തികളെയൊക്കെ ഏതെങ്കിലും ഒരു നിസ്സാര കാര്യം കൊണ്ട് തന്നെ പൊട്ടിത്തെറിച്ച് നമ്മളിലിരിക്കുന്ന ആ ആന്തരികമായിട്ടുള്ള അവസ്ഥ പുറത്തേക്ക് പ്രവഹിക്കുക. അപ്പോൾ അതിനെ നമുക്ക് ഈ കാലത്തെ ബാധിച്ചിരിക്കുന്ന ആ കലിയെ നമ്മുടെ ശരീരത്തിൽ നിന്നും അല്ലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നുമൊക്കെ അകറ്റുവാൻ ഏറ്റവും നല്ല മന്ത്രമാണ് കലി സന്ധരണ മന്ത്രമായ ഹരേ രാമ മന്ത്രം. നമ്മിലിരിക്കുന്ന ആസുരികമായ രാക്ഷസീയമായ നെഗറ്റീവായിട്ടുള്ള കലി ബാധിച്ച ധാരാളം അവസ്ഥകളെ, വൈകാരിക ഭാവങ്ങളെ എല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ പറ്റിയ മന്ത്രമാണ് കലി സന്ധരണ മന്ത്രമായ ഹരേ രാമ മന്ത്രം. ഇത് ആർക്കും ജപിക്കാം, പ്രായഭേദമന്യേ സമയകാല ഭേദമന്യേ ആർക്കും എപ്പോഴും ജപിക്കാം. ആർക്കും ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യാം. ഉപദേശിച്ചു കൊടുക്കുന്നവർ ഫോളോ ചെയ്തില്ല എങ്കിൽ നമുക്ക് ദോഷമൊന്നും സംഭവിക്കുകയില്ല. അപ്പോൾ ആ ഉപദേശം സ്വീകരിച്ച് വരുന്നവർ തന്നെ അന്നേരം അവരത് നാം ആ മന്ത്രം ഉപദേശിച്ചാലും അത് പറ, ഈ മന്ത്രം ജപിക്കൂ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ കലിസന്ധരണ മന്ത്രമായ ഹരേ രാമ മന്ത്രം നിത്യവും നിമിഷവും ജപിക്കൂ എന്ന് പറയുകയാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി നേരം ജപിക്കാൻ തോന്നും, കുറച്ച് കഴിഞ്ഞിട്ടോ അതങ്ങ് മറന്നു പോവുകയോ അല്ലെങ്കിൽ ആ കാര്യം വിട്ടുപോവുകയോ ചെയ്യും. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ നമുക്ക് പശ്ചാത്താപം ചിലർക്ക് തോന്നും, ചിലർക്കൊന്നും തോന്നില്ല, അവരതങ്ങ് മറവിയുടെ മാറാപ്പിലേക്ക് മാറ്റും. ഇത് കുറച്ച് കഴിഞ്ഞ് ഈ പറയുന്ന വാചകങ്ങൾ നിങ്ങൾ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ വിത്ത് വീണ് കഴിഞ്ഞു. അത് കിളിർത്ത് വരേണ്ട സമയമാകുമ്പോൾ സ്വാഭാവികമായും അത് കിളിർത്തോളും. അപ്പോഴത് ആ വിത്ത് പാകിയാൽ ഉടനെ തന്നെ ചില മണ്ണിൽ കിളിക്കും, ചില മണ്ണിൽ അത് കുറേ ആ മണ്ണിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ്. കട്ടിയായിട്ടുള്ള മണ്ണിലോ അല്ലെ പാറയൊക്കെ നിറഞ്ഞ മണ്ണിലോ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഉണങ്ങിക്കിടക്കുന്ന മണ്ണിലാണെങ്കിൽ, മഴ ലഭിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അതിന് ആ സമയമനുസരിച്ച് അത് വളരുകയുള്ളൂ. ഒരിക്കലും ആ വിത്ത് കരിഞ്ഞു പോകുന്ന ആരും എന്നെ കേൾക്കുന്നവരില്ല. ആ വിത്ത് എവിടെയെങ്കിലും വീണ് കിളിർത്ത് വരുവാൻ അല്പസമയം വെയിറ്റ് ചെയ്താൽ മതി. എല്ലാവരും ആ നാമം ആ ഭഗവാനിലേക്ക് തന്നെ വരും. കാരണം ഞാൻ കഴിഞ്ഞൊരു ദിവസവും പറഞ്ഞു, രത്നാകരൻ എന്ന കാട്ടാളൻ, അതായത് കാട്ടാളൻ എന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കാട്ടിൽ ജീവിക്കുന്ന എല്ലാവരെയും, ആ വന്യമൃഗങ്ങളുടെ സ്വഭാവമുള്ള ആളാണ്. ആ വ്യക്തിയെ എന്ത് ചെയ്താലും, ഏത് അധർമ്മം ചെയ്താലും അതിൽ തെറ്റില്ല, ഇതാണ് എൻ്റെ ശരി, അതിലെന്താണ് തെറ്റ് എന്ന് തോന്നുന്ന ആ ഒരു മൈൻഡുള്ള ആൾ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിക്ക് ശരിയും തെറ്റും മനസ്സിലാക്കി അവസാനം ധർമ്മബോധത്തോടെ ജീവിച്ച് മനസ്സിനെ പരുവപ്പെടുത്തി ഒരു പക്ഷിയെ ഒരു കാട്ടാളൻ മറ്റൊരു കാട്ടാളൻ എയ്ത് വീഴ്ത്തിയപ്പോൾ ആ പക്ഷിയുടെ ഇണപക്ഷി ആ ഇണപക്ഷി ഉരുണ്ട് വീണ് മരിക്കുന്ന രംഗം കണ്ടപ്പോൾ അതിൻ്റെ കൂടെയുള്ള പക്ഷി കരയുന്ന ആ ശോചനീയമായ രംഗം പോലും ഈ ഹരേ രാമ മന്ത്രം ജപിച്ച ആ കാട്ടാളനായിരുന്ന ആ രത്നാകരനായിരുന്ന നമ്മുടെ വാത്മീകി മഹർഷിയുടെ മനസ്സിനെ തകർത്തു, ഒരു പക്ഷിയുടെ ദീനരോദനം പോലും. അപ്പോൾ എത്ര മനുഷ്യരെ കൊന്നാലും എന്തെല്ലാം പിടിച്ചു പറിച്ചാലും സാധുജനങ്ങൾ, അതായത് സന്യാസികളുടെ സപ്തഋഷികളുടെയൊക്കെയാണ്
ഭാണ്ഡം പിടിച്ചു പറിക്കുക, അവർ ഉപദ്രവിക്കുവാനൊക്കെ പോയത്. സപ്തഋഷികൾ എന്തുവാ, സന്യാസിമാരാരാ, നാരദ മഹർഷി ആരാ, അല്ലെങ്കിൽ മറ്റുള്ളവരാ, ഇതൊന്നും അറിയാതെ എല്ലാം എനിക്ക് വേണ്ടി എൻ്റെ കാര്യങ്ങൾ സാധിക്കാനുള്ള ഉപകരണങ്ങൾ മാത്രം. എല്ലാറ്റിനെയും ഒന്നായി കാണുന്നു. അജ്ഞത ബാധിച്ച ധാരാളം പേരും എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. അവർ ജ്ഞാനിയായാലെന്താ, സമ്പന്നനായാലെന്താ, പദവിയുള്ളവരായാലെന്താ, എല്ലാവരും ഒരുപോലെ. എൻ്റെ മുമ്പിൽ ഇവരൊക്കെ വെറും നിസ്സാരം. ഞാനല്ലേ വലിയവൻ, അല്ലെ ഞാനല്ലേ വലിയവൾ, എന്നേക്കാൾ ഇവർക്ക് എന്തുണ്ട് അധികാരം, അല്ലെ അറിവ്, അല്ലെങ്കിൽ എന്നേക്കാൾ എന്ത് മിടുക്കുണ്ട് എന്ന് ചോദിക്കുന്ന അജ്ഞാനം കൊണ്ടാണിത്. ആ വ്യക്തിയെ നമുക്ക് കുറ്റം പറയാൻ പാടില്ല. കാരണം അവരിൽ അജ്ഞാനത്തിൻ്റെ ഒരു മഹാമാറാല ഇങ്ങനെ പൊടി പിടിച്ച് യുഗങ്ങൾ തന്നെ കിടക്കുകയാണ്. അതൊന്ന് തൂത്ത് കളയാനുള്ള ഒരു ആരംഭം പോലും ആയിട്ടില്ല. അതെന്തിനാ തൂക്കണമെന്ന് പോലും അവർക്ക് തോന്നുന്നില്ല. ആ തോന്നൽ വരുമ്പോഴല്ലേ നമ്മൾ ആ ഭഗവാന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തോന്നും. നമ്മുടെ പരിസരത്തുള്ള ചിലരെ അല്ലെങ്കിൽ എല്ലാവരെയും നിങ്ങൾ ശ്രദ്ധിക്കുക. തൊട്ടടുത്തുള്ളവർ ഈശ്വര ധ്യാനത്തിൽ ഏർപ്പെടുന്നു, ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നു, ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ മുഴുകുന്നു. അതിന് തൊട്ടടുത്ത് താമസിക്കുന്ന മറ്റൊരു കൂട്ടർ ഒരുപക്ഷെ നിലവിളക്ക് പോലും കൊളുത്തില്ലായിരിക്കും. ആ സമയത്തും ആഹാരം കഴിക്കുകയോ ടെലിവിഷൻ്റെ മുന്നിലോ മൊബൈലിൻ്റെ മുമ്പിലോ അല്ലെ കൂട്ടുകാരുമായിട്ടുള്ള മറ്റു പുറത്തേക്ക് പോകുന്ന യാത്രകളിലോ ഒക്കെ ആകും. എന്തിനു ഈ നിലവിളക്കൊക്കെ കത്തിച്ചാലേ ഉള്ളോ ഈശ്വരൻ, അല്ലെങ്കിൽ വിളക്കിലിരിക്കുകയാണോ ഭഗവാൻ എന്നൊക്കെ അവർ ചോദിക്കും, ന്യായം ചോദിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്ന ആ കാട്ടാളം മനസ്സുള്ളവരെ എങ്ങനെയാണ് അവരുടെ മനസ്സ് കഴുകിയെടുക്കാൻ തുടങ്ങാൻ പറ്റുന്നത്? അവർ തന്നെ കാലാന്തരത്തിൽ അവർ തന്നെ അവിടേക്ക് തന്നെ ഈ വഴിയിലേക്ക് തന്നെ വരും. അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വിശ്വാസത്തിലേക്ക് വരുന്നവർ, വിശ്വാസത്തിൽ നിന്ന് ഭക്തിയിലേക്ക് വരുന്നവർ, ഭക്തിയിൽ നിന്ന് ആത്മീയ പാതയിലേക്ക് വരുന്നവർ, ആത്മീയതയിൽ തന്നെ പിന്നീടുണ്ട് ജ്ഞാനമാർഗം, കർമ്മമാർഗം, സാഖ്യം, അങ്ങനെ ധാരാളം മാർഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും ആ തുടക്കത്തിലേക്ക് മറ്റുള്ളവർ ക്ഷേത്രങ്ങളിൽ പോകുന്നു, ആരാധിക്കുന്നു, അയ്യോ അവരുടെ വീട്ടിൽ എത്ര എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു, മക്കളൊക്കെ നന്നായി പോകുന്നു, എല്ലാം ഒരു വഴക്കോ ബഹളമോ ഒന്നും അവിടെ നിന്ന് കേൾക്കാനില്ല, സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നു. അത് അവർ ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഈശ്വരധ്യാനമൊക്കെ ചെയ്യുന്നത് കൊണ്ടാകാം എന്ന് തോന്നാൻ തുടങ്ങുന്നത് തന്നെയാണ്. ആ ഒരു തോന്നലിലേക്ക് വരുന്നതാണ് ആ ഒരു വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ മുമ്പുള്ള ഒരു ചെടി അല്ലെങ്കിൽ ഒരു വിത്ത് കിളിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു അന്തരീക്ഷമാണത്, ആ തോന്നൽ. അപ്പോൾ അവിടെ ഭക്തിയൊന്നും ഇല്ല, അവിടെ ഒന്നുമില്ല. വേറൊരാളുടെ ഇത് കണ്ടിട്ട്, ഒരാളുടെ ഉയർച്ച കണ്ടിട്ട് മറ്റൊരാൾ അങ്ങനെ ചെയ്താൽ എനിക്കും ഇങ്ങനെയൊക്കെ ആകാം എന്ന് തോന്നുന്നത് മാത്രമാണ്, ആ തോന്നൽ മാത്രമാണത്. ഈശ്വര ചിന്ത അല്ലെ ഈശ്വരനിലേക്ക് എത്തുക എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ എന്ന് വെച്ചാൽ ഒരു വലിയ വാതിലിങ്ങനെ തുറന്നു കിടക്കുന്നു. അതിലേക്ക് ധാരാളം പേരിങ്ങനെ സഞ്ചരിക്കുന്നു. അപ്പോൾ സഞ്ചരിക്കുന്നവർ കുറേ ദൂരം ചെന്നിട്ട് ഈ വലിയ ആ സഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ള വലിയ വാതിലിലൂടെ ധാരാളം പേർ കടന്നുപോയവർ കുറേ പേർ പല വഴിയിലേക്ക് കുറേ മുന്നോട്ട് ചെല്ലുമ്പോൾ പോകുന്നു. ചിലർ ആ വഴി വളരെ നാരോ ആയി, ഇടുങ്ങിയതായി, കുറേശ്ശെ ഓരോരുത്തരോരുത്തരെ അല്പാൽപമായി മുന്നോട്ട് സഞ്ചരിക്കുന്നത് കാണുന്നു. തുടക്കത്തിൽ ധാരാളം പേര് അവിടെ ഇടിച്ച് കയറി നിൽക്കുന്നു. ഇതൊക്കെ ദൂരെ നിന്നൊരു വ്യക്തി നിരീക്ഷിക്കുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നിരീക്ഷിക്കുന്ന വ്യക്തി നോക്കുകയാണ്, ഇവിടെ എന്താണ്, വഴിയിലൂടെ ഒരുപാട് പേരൊക്കെ ഇങ്ങനെ പോകുന്നു, കുറേ പേര് പകുതി പോയിട്ട് തിരികെ പോകുന്നു, ചിലർ അപൂർവം ചിലർ മാത്രം മുന്നോട്ട് സഞ്ചരിക്കുന്നു. മുന്നോട്ട് പോകുന്നവരുടെ വഴിയുടെ ആ വഴിയുടെ അവസാനം കാണുന്നില്ല. അനന്തമായ വഴിയിലേക്കാണ് ഇവരിങ്ങനെ മെല്ലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ഏത് കാലത്താണ് അവർ ആ വഴിയിൽ എത്തുന്നത്? അതിലും ഭേദമല്ലേ, നല്ലതല്ലേ ഈ വലിയ ഈ തുറന്നു കിടക്കുന്ന വാതിലിലൂടെ ഇടിച്ചു കയറി പോവുകയും അല്പാൽപമായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നതിനേക്കാൾ എത്ര നല്ലതാണ്. ഇവിടെ ധാരാളം വഴികൾ കിടക്കുന്നു. ഈ ധാരാളം കിടക്കുന്ന വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചാൽ ഇവിടെ കിട്ടുന്ന സന്തോഷം, സമാധാനം, ഇവിടെ കിട്ടുന്ന ആനന്ദം, അതൊക്കെ അനുഭവിക്കുന്നതല്ലേ നല്ലത്. ഈ വാതിലിലൂടെയൊക്കെ എന്തിനു പോകണം എന്ന് ചിന്തിച്ച് അതിനെയൊക്കെ ദൂരെ നിന്ന് വീക്ഷിക്കും. അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. അതിനുശേഷം ഈ വാതിലിന് പുറത്തു നിന്ന് വീക്ഷിക്കുന്ന വ്യക്തികൾ
എല്ലായിടവും അവിടെ കണ്ട സന്തോഷങ്ങളും വഴികളിലൂടെ എല്ലാം സഞ്ചരിക്കും. സഞ്ചരിച്ചതിന് ശേഷം ഇവർക്കൊട്ടും വയ്യാതെ ഇനിയും സഞ്ചരിക്കുവാൻ മാർഗമില്ലാതെ ശാരീരികവും മാനസികവും സാമ്പത്തികവും അങ്ങനെ ധാരാളം പ്രശ്നങ്ങളിലൊക്കെ പെട്ട് ഉഴലുന്നവരാണ്. അപൂർവം ചിലർക്കേ ഉള്ളൂ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ധാരാളം ഉള്ളത്. അല്ലാതെയുള്ള ഭൂരിപക്ഷം ജനങ്ങളും അവസാനം എന്ത് ചെയ്യും? ഇവരൊക്കെ പോകുന്നത് എങ്ങോട്ടാണ്? ആ പോയ വാതിൽ അന്വേഷിച്ച് വീണ്ടും വരും. അവിടെ കൂടെ നമുക്കും ഒന്ന് സഞ്ചരിച്ചാലോ? വളരെ പയ്യെ എത്തിയാലും വേണ്ടയില്ല, എത്തിയവരാരും തിരിച്ചു വരുന്നത് കാണുന്നില്ലല്ലോ, അപ്പോൾ അവിടെ എന്തോ ഒരു നന്മയുണ്ടല്ലോ എന്ന് ഈ അവിടെയൊക്കെ ഇങ്ങനെ തിരിഞ്ഞു നിന്ന് നോക്കിയവർക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് ഈശ്വരൻ ഒരാളെ പോകുന്നവരെ കണ്ടുകൊണ്ട് പോകുമ്പോൾ അത് അവരിലേക്കുള്ള ആ ഭഗവാനിലേക്കുള്ള ഒരു ആകർഷണത്തിന്റെ തുടക്കമാണ്. എന്നാൽ എത്ര പേര് പോകുന്ന കണ്ടിട്ടും എനിക്ക് എവിടെയെങ്കിലും പോകണ്ട, എനിക്ക് വേറെ ഇവിടെ ധാരാളം വഴികൾ കിടക്കുന്നു എന്ന് പറഞ്ഞ് പുറംതിരിഞ്ഞ് അല്ലെങ്കിൽ അതിനെയൊക്കെ അവഗണിച്ചു പോകുന്നവര്, അങ്ങനെയുള്ളവരല്ലേ കൂടുതൽ പേരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളവർ അവസാനം എവിടെ വരും? ഈ വലിയ വാതിലിന്റെ മുന്നിൽ തന്നെ വരും. ആ വാതില് തുടക്കത്തിലാണ് വലുത്, ക്രമേണ അത് വളരെ ഇടുങ്ങിയതാണ്. വളരെ കുറേശ്ശെ സമയത്തിലൂടെ അവിടെ എത്തുകയുള്ളൂ. നമ്മൾ ആ ഭഗവാന്റെ ഒരു വിശ്വാസത്തിലേക്ക് വന്ന്, ആ ഭക്തിയിലേക്ക് വന്ന്, അതിനുശേഷം ആ ഭക്തിയാണ് എല്ലാറ്റിൻ്റെയും തുടക്കം. നമ്മൾ വലിയ ജ്ഞാനമൊക്കെ സമ്പാദിച്ച് ജ്ഞാനമാർഗത്തിലൂടെ ഈ ഭക്തരായിട്ടുള്ളവരുടെ മനസ്സ് ഏകദേശമൊക്കെ ഭഗവാനിലേക്ക് വരുന്നത് തന്നെ എന്തുകൊണ്ടാകും? അവർ ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചവരാകും. ഇപ്പം ചെറുപ്പത്തിൽ നമ്മൾ നല്ല ധാർഷ്ട്യമുള്ളവരും നല്ല തീരുമാനമുള്ളവരും ഒക്കെ ആകും. ക്രമേണ നമ്മൾ ഒരു കുടുംബത്തിൽ, ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും കുടുംബത്തിൻ്റെ ചിട്ടയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ചിട്ടയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ജോലി സ്ഥലത്തെ ആ ഒരു നിയന്ത്രണത്തിലൊക്കെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പല പല അടികളുമാണ് നമ്മുടെ മനസ്സിന് ഏൽക്കുന്നത്. അങ്ങനെ പദം വരിക എന്നാ പറയുന്നത്. അങ്ങനെ ആ തല്ലി പദം വന്നു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് പിന്നീട് ധാർഷ്ട്യമൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ ധാരാളം അടിയേറ്റവരാണ്, മാനസികമായ അടിയേറ്റ്, ചില ശാരീരികമായും രോഗങ്ങളൊക്കെ വരുന്നത് ഒരു അടിയാണ്. അങ്ങനെയൊക്കെ ഏറ്റവരാണ് ഈ വലിയ വാതിലാകുന്ന ഭഗവാന്റെ വാതിലിലേക്ക് വന്ന് മുട്ടി വിളിക്കാൻ നിൽക്കുന്നത്, അതിലേക്കൂടെ കടന്നു പോകാൻ നിൽക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ധാർഷ്ട്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. അവരെത്ര നേരം വേണേലും വെയിറ്റ് ചെയ്യും. ചെറുപ്പക്കാർ വെയിറ്റ് ചെയ്യുമോ? ക്യൂവിലൊക്കെ അനേകം നേരം നിൽക്കുമോ? ഇല്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു പോകും. അതേസമയം ഇച്ചിരുടെ പ്രായമുള്ളവരോ വെയിറ്റ് ചെയ്താലും വേണ്ടില്ല, നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തണം. അതാണ് അവിടെ നമ്മുടെ ഗുരുവായൂർ ഏകാദശിക്ക് കണ്ടത്. ഞാൻ പെട്ടെന്ന് അതാണ് ഓർത്തത്. എത്രയോ മണിക്കൂറുകൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ, മാനസികമായ വിഷമങ്ങളും ശാരീരിക ക്ലേശങ്ങളും ഉണ്ടെങ്കിലും എനിക്ക് ഭഗവാനെ കണ്ടിട്ടേ തീരൂ എന്ന ആ ഒരു ദൃഢനിശ്ചയം, ആ വലിയ വാതിലിലേക്ക് കടന്നുകൂടിയ കോടിക്കണക്കിന്, എനിക്ക് തോന്നുന്നു ലക്ഷമല്ല കോടിക്കണക്കിന് ജനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് നമ്മുടെ കലിയുഗത്തിൻ്റെ പ്രത്യേകത. ഭഗവാനെ തിരിച്ചറിയാൻ ഈ ശക്തിയെയാണ് ഛിന്ന ഭിന്നമാക്കുവാൻ വേണ്ടി നമ്മുടെ ഭക്തരെ ഛിന്ന ഭിന്നമാക്കി, നമ്മുടെ ഭക്തി നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കി, കലിയുഗത്തിൻ്റെ എല്ലാ വിഷമങ്ങളും ജനങ്ങൾ അനുഭവിച്ച് ആർത്തലച്ച് കരയുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം നമുക്കിടയിൽ ഉണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഭക്തിയിലേക്ക് തന്നെ വരും. ആ ഭക്തിയാണ് ജ്ഞാനമാണ് ഒരാൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ചാനലിലൊക്കെ കുണ്ടലിനി നാഡിയെ ഉണർത്തുവാൻ ഭക്തിയില്ലാതെ, ജ്ഞാനമില്ലാതെ കുണ്ടലിനിയൊക്കെ ഉണർത്തിയിട്ട് എന്ത് കഥയാണുള്ളത്? ഭക്തിയാണ് ജ്ഞാനം. അല്ലെങ്കിൽ ജ്ഞാനം മാത്രം നേടുന്നവർ ജ്ഞാനിയാണെങ്കിൽ അവർ ഞാൻ എന്ന ബോധത്തിൽ, ഒരു അഹംബോധത്തിലായിരിക്കും പിന്നീട് അവരുടെ ഭാവം. എന്നാൽ ഭക്തി വരുമ്പോൾ മനസ്സിനെ വല്ലാതെ പരുവപ്പെടുത്തും. ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സ് വളരെ നിഷ്കളങ്കമാകും, വളരെ ലോലമാകും. അവിടെ ഒന്നും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകും. അപ്പോൾ ശുദ്ധ ഹൃദയരായി മാറുകയാണ്, നിഷ്കളങ്കരായി മാറുകയാണ്. ഇങ്ങനെയുള്ള ഭക്തരെയൊക്കെ കബളിപ്പിക്കാൻ പല സങ്കേതങ്ങളും വ്യക്തികളും ഒക്കെ ഉണ്ട്. കാരണം അവരോട് എന്തു പറഞ്ഞാലും അവരങ്ങ് അംഗീകരിക്കും. ഭഗവാന് വേണ്ടിയല്ലയോ, ഭക്തിക്ക് വേണ്ടിയല്ലയോ, സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്. അത് മനസ്സിലാക്കണം. ഭഗവാന്റെ കാര്യം, അല്ലെ ഭക്തിയിലേക്ക് വന്നവർക്ക് ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാം, അല്ലെ ഭഗവാന്റെ കാര്യങ്ങൾ സാധിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മെ സമീപിക്കുകയും സ്ഥാപനങ്ങളെയും വ്യക്തികളെയൊക്കെ നിങ്ങൾ തിരിച്ചറിയണം. ഭഗവാന് ഒരു പൈസയുടെ ആവശ്യമില്ല,
ഒരു സ്ഥാപനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു സങ്കേതങ്ങളുടെ ആവശ്യമില്ല. മനുഷ്യനും ഭഗവാനും തമ്മിൽ നേരിട്ട്, ഇപ്പം നമ്മുടെ മക്കളും നമ്മളും തമ്മിൽ ഇടയ്ക്ക് വല്ല കണക്ഷനും ഉണ്ടോ? അവരെ ബന്ധപ്പെടുവാൻ ഉണ്ടോ? ഇല്ല. മനസ്സുകൾ തമ്മിലുള്ള ഐക്യമല്ലേ? അല്ലെ നമ്മുടെ കൂട്ടുകാരും നമ്മളും തമ്മിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയേറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യമുണ്ടോ? അല്ലെ നമ്മുടെ ഹസ്ബൻഡും നമ്മളും തമ്മിൽ ഇടപെടാൻ വേറൊരു വ്യക്തിയുടെ ആവശ്യമുണ്ടോ? ഒന്നുമില്ല. അത് തന്നെയാണ് നമ്മുടെ ഭഗവാൻ. കൂട്ടുകാരനാണ്, സഖിയാണ്, നാഥനാണ്, കുഞ്ഞാണ്, എല്ലാമാണ്. നമുക്ക് ധർമ്മം ഉപദേശിച്ചു തരുന്ന ഏറ്റവും വലിയ പ്രപഞ്ചനാഥനായ ഗുരുവാണ് ഭഗവാൻ. ഒരു ഗുരു ശിഷ്യ ബന്ധം എന്ന് വെച്ചാൽ ബഹുമാനവും ആദരവും ആചാര്യഭാവവും ഒക്കെയാണ്. പക്ഷെ ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ഒരു ശിഷ്യനായി മാറിക്കഴിഞ്ഞാൽ ആ ഗുരുവിന് വാത്സല്യമാണ് നമ്മളോട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനിടയിൽ ആരെയാണ് ആവശ്യം? സത്യം പറഞ്ഞാൽ അപ്പോൾ ഭക്തിയുടെ പേരും പറഞ്ഞ ആരും നമ്മെ വഞ്ചിക്കാൻ ഇടവരാൻ പാടില്ല. നമുക്ക് ജ്ഞാനം കൂടി ലഭിക്കുകയാണെങ്കിൽ ഭക്തിയിലൂടെ നാം ജ്ഞാനമാർഗം നേടണം. അതായത് ഭഗവത്ഗീത അത് നിത്യം മനസ്സിലാക്കണം. അങ്ങനെ കൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മെ ആർക്കും നമ്മെ ചതിവിൽപ്പെടുത്താൻ പറ്റില്ല, വഞ്ചിക്കാൻ പറ്റില്ല. നാം നിർഭയരായി നിരന്തരം കർമ്മങ്ങളിൽ ഏർപ്പെടും. നമുക്ക് ആരെയും ഭയം ഉണ്ടാവില്ല. കാരണം എന്താണ്? ആരെയാണ് ഭയക്കുന്നത്? ഒരു ശരീരത്തെയോ അല്ലെ മറ്റൊരു ജീവിയെ? പുറമേ കാണുന്നതിനെയാണ് നമ്മൾ ഈ ഭയക്കുന്നത്. ഉള്ളിലിരിക്കുന്നതിനെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ആ ഉള്ളിലിരിക്കുന്ന ആളും നമ്മളിലിരിക്കുന്ന ആളും ഒരേ ഒരാളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഭയം വരുന്നേ? ഒരു ഭയവും വരില്ല. ഈ പുറമേ കാണുന്ന ധാടിമൂടികളിലാണ് നമ്മൾ അളവുകോൽ വെച്ചിരിക്കുന്നത്. അത് ഈ ഉള്ളിലിരിക്കുന്ന ആൾ അവിടുന്ന് ഒന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുറമേ ഉള്ള എല്ലാ ധാടിയും മോടിയും വേഷവിധാനങ്ങളും ആരോഗ്യവും സൗന്ദര്യവും എല്ലാം അവിടെ നിലംപരിശായി വെറും ഡെഡ് ബോഡിയായി മാറുകയാണ്. ആ മഹാസത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എല്ലാവരും സമന്മാരാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ചിന്തകളാകട്ടെ, ധാരാളം ഭഗവാന്റെ കാര്യങ്ങളിലൂടെ കടന്നുപോകലാകട്ടെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യവും പുണ്യവും. ഭഗവത് ചിന്തകളിലൂടെ കടന്നു പോകുക, നിരന്തരം ഓരോ ചോദ്യങ്ങൾ ഭഗവാനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും, സ്വന്തം മനസ്സിൽ നിന്നോ മറ്റുള്ളവരുടെ നാവിൽ നിന്നോ. അപ്പോൾ അങ്ങനെയുള്ള സംവാദങ്ങൾ, ഭഗവാനുമായി നിരന്തരം സംവദിക്കുക, അതുതന്നെയാണ് നാമജപത്തിനേക്കാളും വലിയൊരു കാര്യം. നിരന്തരമായിട്ടുള്ള ചിരന്തര സ്മരണ, ആ സ്മരണയിലൂടെ നിത്യേന കടന്നു പോവുക. നാമജപം എപ്പോഴും നമ്മൾ മറ്റു കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ നാമജപത്തിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്തു പോകും. അപ്പോഴും ഭഗവാനോടുള്ള ചോദ്യങ്ങൾ, സംശയങ്ങൾ നമുക്ക് വരണമെങ്കിൽ നമ്മൾ ഭക്തിയിൽ ആ ഒരു തുടക്കത്തിൽ മാത്രം അടിഞ്ഞുകൂടി ഇങ്ങനെ ഇരുന്നാൽ പോരാ. അതിന് മുന്നോട്ട് നമുക്ക് സംശയങ്ങൾ വരണം. ആ സംശയങ്ങളിൽ കയറി പിടിച്ചാണ് നാം മുന്നോട്ട് വഴി നടക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞു, കുറച്ച് മുന്നോട്ട് ചെന്നാൽ വഴി വളരെ ഇടുങ്ങിയതാണ്. ഒരാൾക്കോ രണ്ടുപേർക്കോ പോകാനുള്ള ആ ഒരു പരിമിതിയെ അവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ആ വഴി കണ്ടുപിടിക്കലാണ് നമ്മുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ. ആ സംശയം നിറഞ്ഞു നിൽക്കുന്ന മനസ്സിനെ മുന്നോട്ടുള്ള വഴി തുറക്കുകയുള്ളൂ. എനിക്ക് ഇത്രയും കിട്ടി, എനിക്കെല്ലാം അറിയാം, എനിക്ക് ഭഗവാനെ കിട്ടി, എനിക്ക് എല്ലാം സന്തോഷമായി എന്ന് പറഞ്ഞാൽ അവിടെ വഴി അടയുകയാണ് ചെയ്യുന്നത്. എനിക്കൊന്നും ആയില്ല, എനിക്ക് ഭഗവാനെ പൂർണ്ണമായി അറിയണം. അതുകൊണ്ടാണ് മഹായോഗികള് 1000 ആണ്ടുകളിരുന്ന് തപസ് അനുഷ്ഠിച്ചാലും അവർക്ക് ഭഗവത് സായുജ്യം കിട്ടിയില്ലെന്ന് അവർ ചിന്തിക്കുന്നത്. നമ്മളോ 10 ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഏകാദശി വ്രതം കുറച്ചൊന്ന് എടുക്കുകയോ ചെയ്താൽ നമുക്ക് ഭഗവാനെ കിട്ടിയെന്ന് നമുക്ക് തോന്നും. കിട്ടിയില്ല. അത് ഭഗവാൻ അവിടെ ഇവിടേക്ക് നിന്നും മിന്നലാട്ടം ഭഗവാന്റെ കാണുന്നത് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഭഗവാനെ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അഷ്ടസിദ്ധികൾ, ഭഗവാനോളം ലഭിക്കുന്ന സിദ്ധികൾ എത്ര അപാരമാണെന്നറിയാമോ? അപ്പോൾ അതൊക്കെയാവട്ടെ നമ്മുടെ ഇന്നത്തെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ. എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.